നമസ്കാരം, ഞാൻ ഡോക്ടർ സൂസൻ മാത്യു, പുഷ്പഗിരി മെഡിക്കൽ കോളേജിലെ ഗൈനക്കോളജി വിഭാഗം പ്രൊഫസറാണ്. 2021 കോവിഡ് തുടങ്ങിയതിന് ശേഷം ആരോഗ്യ പരിപാലന രംഗത്ത് നിരവധി വെല്ലുവിളികൾ നാം നേരിട്ടിട്ടുണ്ട്. അതിനെയെല്ലാം ദൈവത്തിൻ്റെ കരുണ കൊണ്ട് അതിജീവിക്കാൻ നമുക്ക് സാധിച്ചു. ആരോഗ്യ പരിപാലന രംഗത്ത് സുരക്ഷിതമായ ചികിത്സ രോഗികൾക്ക് നൽകുക എന്നുള്ളത്, അതും മിതമായ ചിലവിൽ ഏറ്റവും സൂക്ഷ്മതയോടെ നൽകുക എന്നൊരു വലിയ വെല്ലുവിളി നമ്മുടെ മുമ്പിലുണ്ടായിരുന്നു. പ്രത്യേകിച്ചും മാതൃ ശിശു പരിചരണ രംഗത്ത് നമ്മൾ അതിനെ എല്ലാം വളരെ വിദഗ്ധമായി നിവർത്തിക്കുവാൻ നമുക്ക് കഴിഞ്ഞു. ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളാണ് ഈ കാലഘട്ടത്തിൽ നമുക്ക് ഇവിടെ ജന്മം കൊണ്ടത്. അതിൽ 2022 കുഞ്ഞാണ് ഈ സുന്ദരിയായ പെൺകുഞ്ഞ്. ഇന്നും നമ്മുടെ നാട്ടിൽ പെൺകുഞ്ഞുങ്ങൾക്ക് ഒരു വിവേചനം, പെൺകുഞ്ഞുങ്ങളോട് ഒരു വിവേചനമുണ്ട്. അത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. പ്രത്യേകിച്ചും 2ാമത്തെയോ 3ാമത്തെ പെൺകുഞ്ഞുങ്ങളാകുമ്പോഴത്തേക്കും പെണ്ണാണോ, അത് ഒരു മകളാണ് എന്നതിനേക്കാൾ കൂടുതൽ പെണ്ണാണോ. ആദ്യത്തെ പെൺകുഞ്ഞിനെ സന്തോഷത്തോടെ സ്വീകരിക്കും, എന്നാലും 2ഉം 3ഉം ആകുമ്പോൾ, അതേസമയം 3ാമത്തെ ആൺകുട്ടിയാണെങ്കിൽ യാതൊരു പ്രശ്നവുമില്ല. എൻ്റെ ഈ പ്രൊഫഷണൽ ജീവിതത്തിൽ ഞാൻ വളരെയധികം അമ്മമാരുടെ സന്തോഷം കാണാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. പെൺകുഞ്ഞുങ്ങളാണ് ഇന്ന് നമുക്കറിയാം ഈ നാടിൻ്റെ കരുത്ത്. പല മേഖലകളിലും ഒരു ഭവനത്തിൻ്റെ കരുത്ത്, ഒരു വീട് ഭവനമാകുന്നത് അവിടെയുള്ള അമ്മ സന്തോഷവതിയായി ആരോഗ്യവതിയായി ആ വീടിനെ നയിക്കുമ്പോഴാണ്. ദൈവമാണ് നമുക്ക് ജീവൻ നൽകുന്നത്. എന്നിരുന്നാലും ഒരു ജീവിതം, ഈ ഭൂമിയിലെ ഈ ഭൗമിക ജീവിതം നമുക്ക് കൃത്യമായി നമ്മളെ അതിലേക്ക് പരിശീലിപ്പിക്കുന്നത് അമ്മയാണ്. ഈ വനിതാ ദിനത്തിൽ ഉൾക്കരുത്തിൻ്റെ, പെൺകരുത്തിൻ്റെ പ്രതീകമായ എല്ലാ അമ്മമാർക്കും, എല്ലാ സ്ത്രീകൾക്കും ആശംസകൾ അർപ്പിക്കുന്നു. ഹാപ്പി വിമൻസ് ഡേ ടു ഓൾ mothers and all ladies.